പൊറാട്ട തിന്നാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. എന്നാ ഈ പൊറാട്ടക്ക് ഇനി നമ്മളെ നാട്ടിലൊക്കെ കുറച്ചും കൂടി വില അങ്ങോട്ട് കൂടും. അതുകൊണ്ട് നല്ല വിലയുള്ള പൊറാട്ടന്റെ വിലയുള്ള കഥ കേൾക്കാൻ ഒപ്പം കൂടിക്കോളി, ഫോളോ ചെയ്തോളി, ഷെയർ ചെയ്തോളി, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തോളി. രാവിലെ തന്നെ പൊറാട്ട വാങ്ങാൻ വന്ന നമ്മളെ നാട്ടിലെ ഹോട്ടലുകളെ മുന്നിലൊക്കെ ഇങ്ങനെ ഒരു ഫ്ലെക്സ് കണ്ട്. തൊട്ടടുത്ത നാട്ടിലൊക്കെ എന്നോ വില കൂടിയാണ്. എന്നാലും നമ്മളിവിടെ ഒക്കെ 10 ഉറുപ്പ്യക്കാ പൊറാട്ട വിൽക്കല്. ഊട്ടി പോയിട്ടോ അല്ലെങ്കിൽ അട്ടപ്പാടിയിലോ പുറത്തെ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മലയാളി ഹോട്ടൽ തപ്പി നടന്ന് പൊറാട്ട തിന്നാൽ നിങ്ങൾക്കറിയാം പൊറാട്ടന്റെ വില എത്രയാണ്. 20-25 ഉറുപ്പ്യാണ് ഒരു പൊറാട്ടക്ക് കൊടുക്കേണ്ടി വരിക. എന്നാൽ നമ്മളെ കേരളത്തിൽ അവിടെയും ഇവിടെയൊക്കെ വില കൂടിയെങ്കിലും എല്ലായിടത്തും കൂടിയില്ല. അത്രക്കൊന്നും വില ഇവിടെ ഇല്ല. നഞ്ഞ എല്ലായിടത്തും വില കൂടും. ഇത് ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്. നല്ല മൈദ വേണം, ഓയിൽ വേണം, ഗ്യാസ് വേണം, ഒരു പണിക്കാരനും വേണം. അപ്പൊ ചെലവുണ്ട്. എന്നാ വരവ് കുറവാ. എന്നിട്ടും നമ്മൾ ഇട്ടാവട്ടത്തിലൊക്കെ 10 ഉറുപ്പ്യക്ക് അത്രയും കാലം പൊറാട്ട വിറ്റിഞ്ഞത്. ഈ നവംബർ 1 മുതൽ പൊറാട്ടക്ക് 12 ഉറുപ്പ്യാവും. അതിന് കാരണമുണ്ട്. ഈ കാണുന്ന ഓയിലിന് ഒറ്റയടിക്ക് 30 ഉറുപ്പ്യന്റെ മുകളിലാണ് കൂടിയത്. ഈ കാണുന്ന മൈദക്കോ അതേമാതിരി തന്നെ വില നല്ലോണം കൂടിയാണ്. ഗ്യാസിന്റെ കാര്യം പിന്നെ പറയണ്ട. കത്തുന്നതിനനുസരിച്ച് തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറ്റി ഇങ്ങനെ ഇറക്കിക്കൊണ്ട് നിൽക്കണം. അതിനും വില തന്നെ. അപ്പൊ നമ്മളെ നന്നാക്കാനല്ലല്ലോ ഇവര് പൊറാട്ട കച്ചവടം ചെയ്യണത്. അതുകൊണ്ട് പൊറാട്ടക്ക് ഇനി വില കൂടും. അതിലേക്കുള്ള സാധനങ്ങളുടെ വില ഇതിലും കൂടിയാൽ ഇനിയും കൂടും. ഏതായാലും പെട്രോളിന് കൂടും പോലെ കൂടാഞ്ഞാൽ മതി. ഇനി നിങ്ങളെ നാട്ടിലെ പൊറാട്ടന്റെ വില എത്രയാണെന്നും നിങ്ങളെ നാട്ടിലെ നല്ല പൊറാട്ട കിട്ടുന്ന ഹോട്ടലിന്റെ പേരേതാന്നും കമന്റ് ഇട്ടോളി. നിങ്ങളൊരു പൊറാട്ട പ്രേമിയാണോ? എന്നാൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് ഒപ്പം കൂടിക്കോളി. പൊറാട്ട അത് മലയാളിന്റെ ഒരു വികാരമാണ്. അതിന് എത്ര പൈസ കൂടിയാലും മലയാളി അത് വാങ്ങും. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്തോളിട്ടോ, ഒപ്പം കൂടിക്കോളി. അടുത്തൊരു പൊറാട്ട വീഡിയോ കാണുന്നത് വരെ ഒപ്പത്തിനൊപ്പം നിന്നോളി.